സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ അനധികൃതമായി വയൽ മണ്ണിട്ട് നികത്തിയത് പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയായി. പെരക്കമണ്ണ വില്ലേജ് പരിധിയിൽപ്പെട്ട പാലപ്പറ്റയിലാണ് സ്വകാര്യ വ്യക്തി ഭൂമി തരം മാറ്റുന്നതിനായി വയലിൽ മണ്ണ് നിക്ഷേപിച്ചിരുന്നത്. സ്ഥലത്തെ നിർമ്മാണ പ്രവൃത്തിയും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിച്ചത്. അനധികൃതമായി നെൽവയൽ മണ്ണിട്ട് നികത്തി വസ്തുവിൽ കോൺക്രീറ്റ്, ജനൽ, വാതിൽ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനുള്ള ഷെഡും അനുബന്ധ നിർമ്മിതികളും പെരിന്തൽമണ്ണ സബ് കളക്ടർ, സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. സ്ഥലത്തെ നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചുമാറ്റി വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകി. എന്നാൽ സ്ഥല ഉടമകൾ ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനും നൽകി. എന്നാൽ പെറ്റീഷൻ പരിഗണിച്ച ഹൈക്കോടതി കലക്ടറുടെ ഉത്തരവ് ശരിവെക്കുകയും കലക്ടറുടെ ഉത്തരവിനെതിരെ ഉടമകൾക്ക് ഗവൺമെന്റിലേക്ക് റിവിഷൻ പെറ്റീഷൻ നൽകാമെന്നും വിധിച്ചു. എന്നാൽ സർക്കാർ സ്ഥലം ഉടമകളുടെ റിവിഷൻ പെറ്റീഷൻ തള്ളുകയും കലക്ടറുടെ ഉത്തരവ് നിലനിർത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭൂമി പൂർവ്വസ്ഥിതിയിൽ ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. പെരക്കമണ്ണ വില്ലേജ് ഓഫീസർ പി ഉമ്മറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് സ്ഥലത്ത് വയൽ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. പെരക്കമണ്ണ വില്ലേജിലെ ബ്ലോക്ക് 68, പുതിയ റീസ 66, 5-ൽപ്പെട്ട സ്ഥലമാണിത്. ഇതിൽ ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഉൾപ്പെട്ടതാണ്. ഡാറ്റാ ബാങ്കിൽ പാഡി ലാൻഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഇവർ അനധികൃതമായിട്ട് മണ്ണ് നിക്ഷേപിച്ചിട്ട് അവിടെ കോൺക്രീറ്റ്, ജനൽ, വാതിലിന് കെട്ടിട നിർമ്മാണ ഷെഡ് നിർമ്മിച്ചു. അതുപോലെ മറ്റ് അനുബന്ധ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ട്. അപ്പോൾ ജില്ലാ കളക്ടറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിർമ്മാണങ്ങൾ പൊളിക്കാൻ വേണ്ടി ഉത്തരവായിരുന്നു. തുടർന്ന് കക്ഷികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതി ഗവൺമെന്റിനോട് പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് തീർപ്പാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് റിവിഷൻ പെറ്റീഷൻ തള്ളിക്കൊണ്ടും ജില്ലാ കളക്ടർ ഉത്തരവ് നിലനിർത്തിക്കൊണ്ട് ഉത്തരവായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കുന്നത്. അത് നിലം ആയിട്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ സെക്ഷൻ 13 വകുപ്പ് പ്രകാരമുള്ള നടപടിയാണ്. ഇതിൽ അനധികൃതമായി നിർമ്മിച്ച മുഴുവൻ കെട്ടിടങ്ങളും പൊളിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഭൂമി നെൽകൃഷിക്ക് വേണ്ടിയിട്ട് പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. പ്രവൃത്തി പ്രദേശത്തെ ജലനിരപ്പിനെയും പാരിസ്ഥിതിക വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്ന കണ്ടെത്തലാണ് ഉടമകൾ സർക്കാരിൽ നൽകിയ റിവിഷൻ പെറ്റീഷൻ തള്ളി നടപടികൾ സ്വീകരിക്കുന്നത്. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.